WWE പാർട്ട് ടൈമായി വർക്ക് ചെയ്തു വരുന്ന മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ലോഗൻ പോൾ ഇനി മുതൽ ഫുൾ ടൈം റെസ്ലർ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയിൽ പറയാം. അതുപോലെ WWE വേഴ്സസ് AEW വാർ വീണ്ടും വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. ഈ രണ്ട് ന്യൂസാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസ് എല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് റിയ റിപ്ലിയെ പറ്റിയാണ്. അതായത് റിയ റിപ്ലി ഇപ്പോൾ ഡാമിൻ പ്രീസ്റ്റിൻ്റെ കൂടെ ചേർന്ന് ജഡ്ജ്മെൻറ്റ് ഡേ ടീം അതുപോലെ തന്നെ ലിവ് മോർഗൻ ഇവരുടെ കൂടെ ഒരു സ്റ്റോറി ചെയ്ത് മുന്നോട്ട് പോകാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റിയ റിപ്ലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തനിക്കൊരു അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, മുൻപ് സ്മാക്ക് ഡൗൺ റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത ഷാർലറ്റ് ഫ്ലെയറിനെ വെച്ചാണ് റിയ റിപ്ലി അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവർക്ക് മുൻപ് റെസൽമേനിയ 36 NXT വുമൻസ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ആ മാച്ചിൽ റിയ റിപ്ലി തോറ്റു. അതുപോലെ തന്നെ മണി ഇൻ ദി ബാങ്കിൽ റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. അന്നത്തെ റോ വുമൻസ് ചാമ്പ്യനായിരുന്ന റിയ റിപ്ലി ഷാർലറ്റ് ഫ്ലെയറിന്റെ കൂടെ ആ മാച്ചിലും തോറ്റു. അതിനുശേഷം മറ്റൊരു റെസൽമേനിയയിൽ ഇവർക്ക് വീണ്ടും ചാമ്പ്യൻഷിപ്പ് മാച്ച് വന്നു. അന്ന് സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യനായിരുന്ന ഷാർലറ്റ് ഫ്ലെയർ റിയ റിപ്ലിയുടെ കൂടെ തോറ്റു. അപ്പം മൊത്തം ഇവർക്ക് 3 മാച്ചാണ് നടന്നിട്ടുള്ളത്. ഇതിൽ 2 മാച്ച് ഷാർലറ്റാണ് വിൻ ചെയ്തിട്ടുള്ളത്, ഒരെണ്ണം റിയ റിപ്ലിയും. അതുകൊണ്ടാണ് റിയ റിപ്ലി ഇതൊരു അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ട് കാണുന്നതും ഷാർലറ്റുമായിട്ട് വീണ്ടും മാച്ച് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് പോലെ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളതും. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവർക്ക് വീണ്ടും ഒരു മാച്ച് വരാൻ പോകുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് റിയ റിപ്ലി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ സ്റ്റോറി ലൈൻ കഴിഞ്ഞതിന് ശേഷം റിയ റിപ്ലിയുടെ ഓപ്പോണൻറ്റ് ഷാർലറ്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. ഇപ്പോൾ അവരുടെ ഇഞ്ചുറി എല്ലാം മാറിയിട്ടുണ്ട്. എന്നാൽ കറക്റ്റായിട്ടുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. മറ്റൊരു ന്യൂസ് അണ്ടർടേക്കർ, ലുഡ്വിഗ് കൈസർ ഇവരെ പറ്റിയാണ്. അതായത് ലുഡ്വിഗ് കൈസറിന്റെ ഇപ്പോഴത്തെ ഹീൽ ടേൺ അതുപോലെ തന്നെ ലുഡ്വിഗ് കൈസറിനെ കാണിക്കുന്ന രീതി, ഇതെല്ലാം അണ്ടർടേക്കറിന് വളരെയധികം ഇഷ്ടപ്പെട്ടതായിട്ടും അതുപോലെ ഭാവിയിൽ ലുഡ്വിഗ് കൈസർ ഒരു വലിയ ഹീൽ റെസ്ലറായി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മികച്ച വില്ലനായിട്ട് വരും എന്ന്. അതുകൂടാതെ അണ്ടർടേക്കർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ലുഡ്വിഗ് കൈസറിനെ ഇപ്പോൾ തന്നെ കാണുമ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതായത് ഒരു ഹീൽ റെസ്ലറെ എങ്ങനെയാണോ വെറുക്കേണ്ടത് അതുപോലെയാണ് ഓഡിയൻസ് ഇപ്പോൾ ലുഡ്വിഗ് കൈസറിനെ കാണുന്നത്. അത് അണ്ടർടേക്കർ പറഞ്ഞത് 100% സത്യമാണ്. കാരണം നമ്മൾ റോ എല്ലാം ലൈവ് കാണുമ്പോൾ ലുഡ്വിഗ് കൈസർ വന്ന് ഓരോന്ന് ചെയ്തു പോകുന്ന സമയത്ത് വളരെയധികം ദേഷ്യം വരാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം വെച്ച് അണ്ടർടേക്കർ പറഞ്ഞിട്ടുള്ളത് ലുഡ്വിഗ് കൈസർ ഭാവിയിൽ നല്ലൊരു വില്ലനായി വരും എന്നാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ലുഡ്വിഗ് കൈസറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ നല്ലൊരു ലെക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അണ്ടർടേക്കർ പോലെ ഒരു റെസ്ലർ ലുഡ്വിഗ് കൈസറിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ലുഡ്വിഗ് കൈസറിൻ്റെ ഭാവിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. എന്തായാലും നമുക്ക് നോക്കാം അണ്ടർടേക്കർ പറഞ്ഞതുപോലെ ലുഡ്വിഗ് കൈസർ നല്ലൊരു ഹീലായി മാറുമോ എന്ന്. ഇനി WWE വേഴ്സസ് AEW ഇവർക്ക് തമ്മിൽ നടക്കാൻ പോകുന്ന വാറിനെ പറ്റി പറയാം. അപ്പോൾ ഈ ന്യൂസ് മുൻപ് വന്നപ്പോൾ സ്മാക്ക് ഡൗൺ വേഴ്സസ് AEW പേപ്പർ വ്യൂ നടക്കും എന്നായിരുന്നു. എന്നാൽ സ്മാക്ക് ഡൗൺ അല്ല വരാൻ പോകുന്നത്, ഒരു ലൈവ് ഇവന്റ് ആണ്. അതായത് ഡിസംബർ മാസം 28-ാം തീയതി AEW വേൾഡ് എൻഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതേ സ്പെഷ്യൽസ് നടക്കുന്ന ഒർലാൻഡോ ഫ്ലോറിഡ അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് WWE ലൈവ് ഇവന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 2 ഷോയും അടുത്തടുത്ത് ഒരേ സ്ഥലത്ത് വരുന്നതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ള ടോക്കെല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു റൂമർ എന്താണെന്ന് വെച്ചാൽ, ഈ ലൈവ് ഇവന്റിൽ റോമൻ റെയിൻസിന് ഒരു വലിയ മാച്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ റോമൻ റെയിൻസിന് ഫ്ലോറിഡയിൽ വളരെയധികം ഫാൻ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ AEWമായിട്ടുള്ള വാറിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് റോമൻ്റെ ഒരു മാച്ച് അവിടെ പ്രതീക്ഷിക്കാമെന്ന്. അപ്പോൾ ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ AEW ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽസ് ആണ്. ഇവരുടെ ലൈവ് ഇവന്റ് ആണ്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത് ലൈവ് ഇവന്റ് ആയതുകൊണ്ട് ഒരു ഡൗട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് വിന്നർ ആരാണ് എന്നുള്ളത് ന്യൂസ് കിട്ടുകയാണെങ്കിൽ പറയാം. ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ വാർ വരും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി WWE ഇപ്പോൾ പാർട്ട് ടൈമായി വർക്ക് ചെയ്തു വരുന്ന മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ലോഗൻ പോളിനെ പറ്റി പറയാം. അതായത് ലോഗൻ പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, തനിക്ക് ഇങ്ങനെ പാർട്ട് ടൈമായിട്ട് WWE വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു ഫുൾ ടൈം റെസ്ലറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നാണ്. അതായത് 2025 കൂടിയിട്ട് തനിക്ക് ഒരു ഫുൾ ടൈം റെസ്ലറായി മാറണമെന്നും അതിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നിർബലമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ല തീരുമാനമാണ്. കാരണം ലോഗൻ പോളിന്
അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോ ചെയ്യാൻ അറിയാം, മാച്ച് എല്ലാം വേറെ ലെവലായിട്ട് ചെയ്യാൻ അറിയാം. ഇപ്പം പാർട്ട് ടൈം ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് അധികം കൂടി കണക്ട് ആവാത്തത്. അതായത് 1-2 സ്പെഷ്യൽസ് ഒക്കെ വിട്ടു വരുമ്പോൾ ഒട്ടും ഇൻട്രസ്റ്റ് ആകില്ല. എന്നാൽ ഫുൾ ടൈം ആകുന്ന സമയത്ത് ലോഗൻ പോൾ നല്ല രീതിയിൽ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോഗൻ പോളിനെ ഫുൾ ടൈം റെസ്ലറാക്കി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊണ്ടുവരും. ഇതിപ്പോൾ ലോഗൻ പോളാണ് മുന്നോട്ട് വന്ന് താൻ ഫുൾ ടൈം റെസ്ലറായിട്ട് WWE വർക്ക് ചെയ്ത് ലൈവ് ഇവന്റ്, വീക്ക്ലി ഷോ ഉൾപ്പെടെ എല്ലാ ഷോയിലും വരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് WWE സെറ്റാക്കാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ലോഗൻ പോളിനെ ഇനി ഒരു ഫുൾ ടൈം റെസ്ലറായിട്ട് കാണാൻ സാധ്യതയുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഫുൾ ടൈം റെസ്ലറായാൽ സെറ്റാകുമെന്നാണ് തോന്നുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഇന്നലെ ചെയ്ത വീഡിയോയിൽ AEW റെസ്ലറായ സാറയ അഥവാ WWE പേജ് AEW കൊടുത്ത പുതിയ കോൺട്രാക്ട് ഓഫർ സൈൻ ചെയ്യാൻ താല്പര്യമില്ലാതെ AEW റെസ്ലിംഗ് കമ്പനി വിട്ട് വരുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് AEW ടോണി ഖാൻ കൊടുത്തിട്ടുള്ള മറ്റൊരു ഓഫർ ഇപ്പോൾ പേജിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അവർ AEW തന്നെ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന്. ചിലപ്പോൾ നിറയെ സാലറി ആ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ടോണി ഖാൻ പുതിയ ഓഫർ കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവർ ഇനി AEW വിട്ട് വരില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്.